തിങ്കളാഴ്ച സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അതിൻ്റെ ഓട്ടത്തിലാണ് മാതാപിതാക്കളൊക്കെയും. തയ്യാറെടുപ്പുകൾ, യൂണിഫോം മേടിക്കുന്ന കാര്യം, ഒപ്പം പുസ്തകങ്ങൾ മേടിക്കുന്നത്, ബാഗുകൾ മേടിക്കുന്ന കാര്യം, അങ്ങനെ പുതിയ രീതിയിൽ പുതിയ ഭാവത്തിൽ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി കുട്ടികളും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് പോകാം. അവിടെ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ഒരു പ്രവർത്തനം സംബന്ധിച്ച വാർത്തയാണ് പോകുന്നത്. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ 240 സ്കൂളുകൾ ശുചീകരിച്ചു. അവധിക്കാലത്ത് പൂട്ടിക്കിടന്ന സ്കൂളുകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കുട്ടികളെത്തുമ്പോൾ വരവേൽക്കാൻ സജ്ജമായി. ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സന്നദ്ധ സേനയായ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് 240 സ്കൂളുകൾ ശുചീകരിച്ചത്. അവധിക്കാലത്ത് പൂട്ടിക്കിടന്ന സ്കൂളുകളിലെ വാട്ടർ ടാങ്കുകൾ, ക്ലാസ് മുറികൾ, മേശയും കസേരയും പരിസര പ്രദേശങ്ങളുമാണ് യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ യൂണിറ്റുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പഠനോത്സവത്തിൽ വെച്ച് ഉന്നത വിജയികളെ അനുമോദിക്കുകയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന രൂപത്തിൽ നാവിഗേറ്റ് യുവർ ഫ്യൂച്ചർ എന്ന ക്യാപ്ഷനോടുകൂടി ക്യാൻസർ മാപ്പ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. 2 മാസമായി പൂട്ടിക്കിടന്ന സ്കൂളുകളുടെ വാട്ടർ ടാങ്കുകൾ, ക്ലാസ് റൂമുകൾ, സ്കൂളുകളുടെ പരിസരം ഇവയെല്ലാമാണ് ഇപ്പോൾ ശുചീകരിച്ചിട്ടുള്ളത്. 2ാം ഘട്ട പ്രവർത്തനം എന്ന നിലയിൽ ജൂൺ മാസം 2-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളണ്ടിയർമാർ ശുചീകരിക്കാൻ വേണ്ടി പോവുകയാണ്. 3ാം ഘട്ട പ്രവർത്തനം എന്ന നിലയിൽ കുറ്റ്യാടി ചുരം യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ 6 കിലോമീറ്ററോളം വരുന്ന ദൂരം ശുചീകരിക്കും. ഡിവൈഎഫ്ഐ നാദാപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 36 സ്കൂളുകളും ഒഞ്ചിയത്ത് 40 സ്കൂളുകളുമാണ് ശുചീകരിച്ചത്. ജൂൺ മാസം 2-ാം തീയതി വരെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി യൂത്ത് ബ്രിഗേഡ് സജീവമായി രംഗത്തുണ്ടാവും. കൈരളി ന്യൂസ്, കോഴിക്കോട്.